ഓച്ചിറക്കളി ഫോക്ലോർ അക്കാദമിയിൽ രജിസ്റ്റർ ചെയ്യാൻ നടപടി സ്വീകരിക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി BS വിനോദ്. ഓച്ചിറക്കളി ആശാന്മാരുടെയും ഭരണസമിതി അംഗങ്ങളുടെയും യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓച്ചിറക്കളിയുടെ ഭാഗമായി കന്നുകാലി പ്രദർശനം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓച്ചിറക്കളിയുടെ തനിമ നിലനിർത്താനും പ്രചാരത്തിനുമായി ഫോക്ലോർ അക്കാദമിയിൽ രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചതായി ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി BS വിനോദ് പറഞ്ഞു. കളിയാശാന്മാരുടെയും ഭരണസമിതി അംഗങ്ങളുടെയും യോഗം ഓച്ചിറയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓച്ചിറക്കളി സ്ഥിരമായി പരിശീലിപ്പിക്കുന്നതിനായി കളരികൾ ആരംഭിക്കാനും കളിയാശാന്മാർക്ക് ഗ്രാന്റ് നൽകാനും തീരുമാനിച്ചു. കൃഷിവകുപ്പിനെയും മൃഗസംരക്ഷണ വകുപ്പിനെയും സംയോജിപ്പിച്ച് കാർഷിക പ്രദർശനവും വിപണിയും നടത്തും. കന്നുകാലി പ്രദർശനവും ഓച്ചിറക്കളിയുടെ ഭാഗമായി നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. കളരി എന്ന് പറയുന്നത് അത് ഒരേ തരത്തിലുള്ള അടവുകളും അഭ്യാസങ്ങളുമാണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ജാഗ്രതയോടുകൂടി, വളരെ ഏകാഗ്രതയോടുകൂടി, ഒരു ചുവട് തെറ്റാതെ, ഒരടവ് തെറ്റാതെ മുന്നോട്ട് പോകേണ്ട ഒരു ആയോധന കലയാണ്, കായിക അഭ്യാസമാണ് ഓച്ചിറക്കളി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പഴമക്കാരൊക്കെ പറയുന്നത് പോലെ കായംകുളം രാജാവിൻ്റെയും ഓണാട്ടുകര രാജാവിൻ്റെയും ഒക്കെ അവരുടെ യുദ്ധസ്മരണകൾ ഉണർത്തുന്ന ഒന്നാണ് എന്നും അവരുടെ പടയാളികളെ പരിശീലിപ്പിക്കുന്ന ഇടമായിരുന്നു എന്നും അതിനെ ഓർമ്മപ്പെടുത്തുന്നതാണ് എല്ലാ മാസവും എല്ലാ വർഷവും മിഥുനമാസം 1, 2 ഓച്ചിറക്കളി നടത്തുന്നത് എന്നൊക്കെ പഴമക്കാർ പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു കാര്യം, ഓച്ചിറക്കളി എന്ന് പറയുന്നത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. പ്രസിഡന്റ് രാജീവ് ആർ കടകംപള്ളിൽ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ സാഗർ മക്കാടം, PK വിക്രമൻ, ശിവപ്രസാദ് മണ്ണാശ്ശേരിൽ, നന്ദകുമാർ, K പ്രതാപൻ തുടങ്ങിയവർ പങ്കെടുത്തു. 15, 16 തീയതികളിലാണ് പടനിലത്ത് ഓച്ചിറക്കളി നടക്കുന്നത്. ഇതിന് മുന്നോടിയായാണ് യോഗം ചേർന്നത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.